എല്ലാവർക്കും നമസ്കാരം. ആശ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ പുലർച്ചെ 5 മണിക്ക് എണീറ്റതിന് ശേഷം തീയൊക്കെ പൂട്ടി, കുളിയൊക്കെ കഴിഞ്ഞ് തീയൊക്കെ പൂട്ടിയതിന് ശേഷം അരി കഴുകി അടുപ്പത്തിട്ടു കേട്ടോ. അടുപ്പത്തിടാൻ പോവാണേ. അപ്പം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അത് കാരണം ഞാൻ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു. അതിനുശേഷം ഞാൻ ചായക്ക് വെള്ളം അടുപ്പത്തിട്ട് ഒരു കലത്തിൽ ഞാൻ കുടിവെള്ളം തിളപ്പിക്കാൻ വെച്ചു, പഞ്ചസാര ഇട്ടു. ഞാൻ ഇന്നത്തെ ഉപ്പേരിക്കുള്ള ഐറ്റം വഴുതനങ്ങയാണ് കേട്ടോ. ഞാൻ ഉപ്പേരി വെക്കുന്നത് വഴുതനങ്ങയാണ്. അതുകൊണ്ട് ആ വഴുതനങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് ഇച്ചിരി ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചു. കാരണം അതിന് ഇച്ചിരി കറയുണ്ട് കേട്ടോ. അത് കാരണമാണ് അങ്ങനെ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചത്. അതിനുശേഷം ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. വെള്ളയപ്പത്തിൻ്റെ കറി ഞാൻ ഉരുളയും സബോളയും കൂടി ഒരു ഇഷ്ടപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വെള്ളയപ്പം ചുടാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിർബന്ധമാണ്. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇവിടുത്തെ മദർലോന് നിർബന്ധമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ആൾക്ക് നിർബന്ധമുള്ള കറി. ആൾ എനിക്ക് വരുമ്പോഴത്തേന് ആദ്യം നോക്കണത് എന്താണ് ഇന്ന് കഴിക്കാനുള്ളത്, അതാണ് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളയപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വെള്ളയപ്പമൊക്കെ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കറി വെച്ചത് ഉണക്കച്ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കാലും കൂടിയിട്ടാണ് ഇന്നത്തെ ചാറ് കറി വെച്ചത്. പിന്നെ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ ഇഷ്ടു ഉണ്ടല്ലോ. ഇന്നാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതിനുശേഷം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ യാത്രയായി. ഞാനും ഹസ്ബൻഡും കൂടി അമ്മേനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അമ്മമാർക്ക് എപ്പോഴും മക്കളടുത്ത് വേണമെന്നുള്ള ആഗ്രഹമാണ്. അത് കാരണം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വല്ലപ്പോഴാണ് ഞാൻ അമ്മേനെ കാണാനായിട്ട് പോവുക. കാരണം അമ്മ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോകാറുള്ളൂ. ഇത് ഞങ്ങളുടെ പൂമലയിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് കടന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അങ്ങനെ ഇത് പഴയ വീടാണ്, ആ ഓടിട്ട വീട് കാണുന്ന പഴയ വീട്. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ വലിയ കാര്യത്തിൽ അമ്മേനെ കാണാൻ ചെന്നപ്പോൾ വീട് അടച്ചു കിടക്കുന്ന അവിടെ ആരുമില്ല. പിന്നെ ഞാൻ മെല്ലെ പറമ്പിലേക്കൊക്കെ വന്നിറങ്ങി. ഇതൊക്കെ ഞങ്ങളുടെ പറമ്പാണ്. വാഴ ചേട്ടൻ കുറച്ച് വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. പറമ്പിലേക്കൊക്കെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ അവിടേക്ക് ഒന്ന് ചുറ്റി ഇറങ്ങി വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ മെല്ലെ ഞാൻ തിരിച്ചു പോരാം. അമ്മേനെയും കാണാനും പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഞാൻ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പൂമലയ്ക്ക് വരുമ്പോൾ ആ റിസോർട്ടിലേക്ക് പോകണമെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ റിസോർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് വരാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഞാൻ റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് കേട്ടോ റിസോർട്ട്, പുതിയതായിട്ട് ആരംഭിച്ച റിസോർട്ടാണ് കേട്ടോ. അത് 2 ഓഡിറ്റോറിയത്തോട് കൂടിയിട്ടുള്ള റിസോർട്ടാണ്. ഈ ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട്. ലെഫ്റ്റിൽ അതുപോലെ സ്വിമ്മിംഗ് പൂൾ വലുതുണ്ട്, റൈറ്റിലും ഉണ്ട് കേട്ടോ. നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ റിസോർട്ടിൻ്റെ. ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. ഇത് അവിടുത്തെ മാനേജറാണ്. അപ്പോൾ ആള് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്തേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വെറുതെ റിസോർട്ട് ഒന്ന് കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ഇത് റിസോർട്ടിൻ്റെ ഏറ്റവും മുകളിലാണ്. ഇവിടെ ഒരു ചെറിയ പൂളുണ്ട്. ഇതാട്ടോ ആ പൂള്. അതിന് അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. നൈറ്റിലാട്ടോ ഏറ്റവും ഭംഗി. നല്ല ഒരു കോടയോട് കൂടിയിട്ട് നല്ല രസമാണ്. നൈറ്റിൽ ഒരു തണവും ഇതൊക്കെയാണ്. റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്.
അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ ഞങ്ങൾക്ക് മീൻ മേടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. നാളേക്ക് കറി വെക്കാനുള്ള മീൻ മേടിക്കാനായിട്ട് കയറാനായിട്ട്. അതിന് മുന്നേ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി കേട്ടോ. ചായ കുടിക്കാൻ കയറി മീൻ മേടിച്ചു. അങ്ങനെ മീനൊക്കെ അയിലയാണ് നാളേക്ക്. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ മേടിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൻ വെക്കണം കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് എന്നോട് മെസ്സേജ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു.